രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി മണിക്കൂറുകൾക്കകം പി ജെ കുര്യൻ നിലപാട് മാറ്റിയത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഇന്നുണ്ടായി. പി ജെ കുര്യനുമായി ഒരു ഭിന്നതയുമില്ല. അദ്ദേഹവുമായി ചെവിയിൽ പറഞ്ഞത് കുശലാന്വേഷണമാണ്. താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വാർത്തയായി വന്നുവെന്ന് പി ജെ കുര്യൻ തന്നോട് പറഞ്ഞതായും രാഹുൽ ഇന്ന് വ്യക്തമാക്കുകയാണ്. സംസാരിച്ചു പോകാതെ അദ്ദേഹം ഇത് പരാമർശിച്ചു. അതിനകത്ത് എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ അദ്ദേഹവും പറഞ്ഞില്ല, ഞാനും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അന്നേരം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറയാത്ത കാര്യമാണ്, വാർത്തകളായി വന്നതെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഞാൻ അപ്പോൾ കുര്യൻ സാറിനോട് അത്തരം ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞതല്ല, വാർത്തയായി വന്നതെന്ന് പറഞ്ഞിരുന്നു. പി ജെ കുര്യനെ പോലെ ഇത്ര സീനിയറായ ഒരു നേതാവിന് രാഹുലിന് അനുകൂലമായി നിലപാട് മാറ്റേണ്ടി വരുന്നത് എന്തുകൊണ്ടാകും? പാർട്ടിക്ക് പുറത്തുള്ള രാഹുലിന് കോൺഗ്രസിൽ ഇപ്പോഴും ഇത്രയേറെ സ്വാധീനമുണ്ട്. എന്നാൽ ഈ നിലപാട് മാറ്റങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ പിന്നിൽ നിയമസഭാ സീറ്റ് ആർക്കൊക്കെ എന്നത് തന്നെയാണ് വിഷയം. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാധാന്യമെന്ന വി ഡി സതീശിന്റെ പ്രഖ്യാപനം കോൺഗ്രസിൽ ചെറിയ ചലനമൊന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. മുതിർന്നവരെ മാറ്റി നിർത്തുമെന്നല്ല ഇതിനർത്ഥമെന്ന് പറയുമ്പോഴും നിലപാടിൽ അസ്വസ്ഥരായ മുതിർന്ന നേതാക്കളുടെ നീണ്ട നിരയുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ അതിന്റെ സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കാറുള്ള നിലപാട്, ഒന്ന് ഈ പറയുന്ന സീനിയേഴ്സ്, മുതിർന്നവരെയും അതുപോലെ തന്നെ യുവാക്കന്മാരെയൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് എല്ലാ കാലത്തും. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അതായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. ആ നിലപാടിന് വ്യത്യസ്തമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല. അതുപോലുള്ള ലിസ്റ്റ് തന്നെയാണ് ഈ തവണ ഉണ്ടാകുക. അർഹതയുള്ള, നന്നായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രതിബദ്ധതയുള്ള കോൺഗ്രസ്സുകാരെ, യുവാക്കന്മാരെ, യുവതികളെ അവരെയൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഒരു നല്ല ലിസ്റ്റ് പുറപ്പെടുവിക്കണമെന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. എന്തായാലും മുല്ലപ്പള്ളി ഈ കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നാലെ ഇന്ന് മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്റർ ഇറക്കിയാണ് കോൺഗ്രസിലെ ഈ ആഭ്യന്തര യുദ്ധം സജീവമാകുന്നത്. 82-കാരനായ മുല്ലപ്പള്ളി ഇനി വിശ്രമ ജീവിതം നയിക്കട്ടെ എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. അതായത് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം ഉരുണ്ടുകൂടുകയാണോ എന്ന സംശയം ഉയരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. ഉണ്ണി, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന മാസങ്ങളേ ഉള്ളൂ. വി ഡി സതീശൻ ചില കാര്യങ്ങൾ നേരത്തെ കൂട്ടി പറയുന്നു. അതിൽ പലരും അസ്വസ്ഥരാകുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് പല രീതിയിൽ നമ്മൾ പുറത്തറിയുന്നത്. ഇനി വരാൻ പോകുന്ന നാളുകൾ വി ഡി സതീശന് ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നേണ്ടി വരുമോ? ഉണ്ണി, ദിവീഷ്, പ്രായമാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ മുല്ലപ്പള്ളിക്ക് 82 വയസ്സായി, മാറി നിൽക്കണമെന്ന ഒരു വിഭാഗത്തിൻ്റെ ക്യാമ്പയിനാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവർ പറയുന്ന പോലെ മുല്ലപ്പള്ളിയുടെ പാർലമെൻറ്റ് രേഖകളിൽ കാണുന്ന പ്രായം 82 അല്ല, അദ്ദേഹത്തിന് 81 വയസ്സാണ്. രാഷ്ട്രീയത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ അതൊരു പ്രായവുമല്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ തന്നെ 80 പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ 82-ാം വയസ്സിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രായം 83 അദ്ദേഹത്തിനും പ്രവർത്തനത്തിന് ഊർജ്ജത്തിനും കുറവില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അദ്ദേഹത്തിന് അതിന് എന്തെങ്കിലും പരിമിതികൾ ഉള്ളതായി നമുക്കറിയില്ല. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രതിപക്ഷ നേതാവാകുമ്പോൾ വി ഡി സതീശൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, തലമുറ മാറ്റം, അത് രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. സമാനമായ രീതിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വരുന്ന മുതിർന്ന നേതാക്കളെ മൊത്തം മാറ്റി നിർത്തുക എന്നതാണോ തലമുറ മാറ്റം, യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുക എന്നതുകൊണ്ട് ഈ നേതൃനിര ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഭാഗം ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അതിനെ ചെറുക്കുക എന്ന ദൗത്യം തന്നെയാണ് മുല്ലപ്പള്ളി ഏറ്റെടുക്കുന്നത്. മുല്ലപ്പള്ളി അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതുവരെയുള്ള മുല്ലപ്പള്ളിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സംഘടനാപരമായി സംഘടനയെ പ്രതിരോധത്തിൽ നിർത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംഘടനയെ പ്രതിക്കൂട്ടിലാക്കുന്ന പരസ്യ പ്രകടനങ്ങൾ നടത്താത്ത, അങ്ങനെ ഒരു ചരിത്രമില്ലാത്ത നേതാവാണ് മുല്ലപ്പള്ളി. മുല്ലപ്പള്ളി ഇത് പരസ്യമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകണം. ഹൈക്കമാൻഡിൻ്റെ താല്പര്യം കൂടി അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകാം. തീർച്ചയായും. എന്തായാലും വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ അത് ഏതൊക്കെ രീതിയിലുള്ള ചലനങ്ങളാണ് കോൺഗ്രസിൽ ഉണ്ടാക്കുന്നതെന്നാണ്. എന്തായാലും ഒരു ഭാഗത്തെ മുഴുവൻ മാറ്റി നിർത്തിയോ പല വിധത്തിൽ നമുക്കറിയാം, ജാതി മത സമവാക്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസിലായാലും ഏത് പാർട്ടിയിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ 140 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയൂ. അതിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടി വരും. ചില കർക്കശങ്ങൾക്കൊക്കെ നിന്നുകൊടുക്കാൻ പറ്റാത്ത സാഹചര്യം കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ വരും ദിവസങ്ങൾ നമുക്ക് കാണാം എല്ലാവരും. കാരണം സീറ്റ് മോഹലിൻ്റെ എണ്ണം കൂടുമ്പോൾ ഒരുപാട് ചർച്ചകൾക്കും ഇത്തരമുള്ള പ്രതികരണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ സാഹചര്യം കൂടുതൽ അനുകൂലമാവുകയാണ്.